കൃത്യമായ ഒരു സ്ലോപ്പിൻ്റെ താഴെയാണല്ലോ ഷിരൂരും അവിടെ ഒരു പുഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു ദേശീയപാത പണിയാൻ പാടില്ലായിരുന്നു. ഇനി അഥവാ പണിയുകയാണെങ്കിൽ ആ ഷിരൂരിലെ കുന്നുകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ദേശീയപാത നിർമ്മാണം വേണമായിരുന്നു. നമ്മളെ ഇവിടെ കുന്നുകളെ 90 ഡിഗ്രി കട്ട് ചെയ്തെടുക്കുന്ന രീതി പലയിടത്തും കാണാൻ പറ്റും. നമ്മളെ പൂവാറിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. 90 ഡിഗ്രി കട്ട് ചെയ്തെടുത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ താഴെ വരും. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കട്ട് ചെയ്യുന്നതിൻ്റെ സ്ലോപ്പ് കട്ട് ചെയ്ത് നിർത്തുന്നതിലും അതുപോലെ തന്നെ രാമച്ചമാണ് ഏറ്റവും പ്രധാനം. വെറ്റിവർ കാരണം അതൊരു 4-5 മീറ്ററിലേക്ക് വെള്ളം അതിൻ്റെ വേര് പോവും, സ്പ്രെഡ് ചെയ്യും. നല്ലൊരു റോഡിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, അതായത് റോഡ് മീൻസ് ടാർട്ട റോഡല്ല, അതിൻ്റെ സൈഡുള്ള ആ ലാൻഡിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ നെറ്റിൽ അടിച്ച് വയ്ക്കാൻ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഉണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു റോഡ് പണിയുന്നവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ അവിടെ മനസ്സിലുള്ളൂ. ഒന്ന് റോഡും അതിൻ്റെ 2 സൈഡുള്ള ഓടയും, ചിലപ്പോൾ ഒരു സൈഡുള്ള. ഇതിനപ്പുറം ഒരു ലാൻഡ് ഉണ്ടെന്നും അതിനൊരു റോഡിനൊരു കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട്. എല്ലാ കാര്യത്തിനും കാച്ച്മെൻറ്റ്, ഒരു ഓറയെന്നൊക്കെ പറയാം, നമുക്ക് ഓറയെന്നൊക്കെ പറയുന്ന പോലെ ഒരു ലാൻഡിനൊരു കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട്. ആ കാച്ച്മെൻറ്റ് ഏരിയയിൽ ഏതൊരു പ്രവർത്തനവും റോഡിനെ പിടിക്കും. അപ്പോൾ അവിടെ ഇറങ്ങുന്ന വെള്ളം, അവിടുത്തെ ചരിവ്, ഇതെല്ലാം റോഡിനെ പിടിക്കും. അപ്പോൾ അവിടെ ഒരു കാച്ച്മെൻറ്റ് ഏരിയ ട്രീറ്റ്മെൻ്റ് ഒന്നും ഈ റോഡിൽ ഇല്ല. മനസ്സിലായി? പിന്നെ അതുപോലെ സർവീസ് റോഡ് നിർത്തിവെക്കാനും പറ്റുന്നില്ല. സർവീസ് റോഡ് കൊടുക്കുന്നൊരു പ്രഷറുണ്ട്. ഇപ്പം വളരെ കുന്ന് കെട്ടി ഇതൊക്കെ കെട്ടി വെച്ചിട്ട് പിന്നെ കോൺക്രീറ്റ് സ്ട്രക്ചർ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എന്ത് പോകുന്നത്? സർവീസ് റോഡ് വഴി വലിയ വാഹനങ്ങളും എല്ലാം പോവുകയാണ്. പോകാതിരിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ സർവീസ് റോഡ് വരും. ആ സർവീസ് റോഡിൻ്റെ ഇപ്പം നിങ്ങൾ നോക്കൂ, കൊട്ടിയത്ത് നമ്മൾ ചിത്രങ്ങൾ കാണുമ്പോൾ ടി വിയിലെ കാണുമ്പോൾ സമയം മെയിൻ റോഡ് പൊളിഞ്ഞു വീണത് പോലെ തന്നെ, അല്ല പണിത സ്ട്രക്ചർ പൊളിഞ്ഞ് വീണ പോലെ തന്നെ എന്തും പപ്പടമായി കിടക്കുകയാണ്. ഈ സർവീസ് റോഡും പപ്പടമായി കിടക്കുക. അതെങ്ങനെയായി? ഇത് വീണിടത്തല്ലേ ആകാവും. സർവീസ് റോഡ് മൊത്തത്തിൽ എങ്ങനെയാണ് പപ്പടാവുന്നത്? അപ്പോൾ ആ ഏരിയ കംപ്ലീറ്റ് ഇൻസ്റ്റേബിളായി. അപ്പോൾ സർവീസ് റോഡിനുണ്ടായിരുന്ന സ്റ്റെബിലിറ്റി ഇല്ലായ്മയും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞൊരു തിയറി അനുസരിച്ച് ആരെ പിടിച്ചത്? മുകളിലുള്ളൊരു സാധനം ഇട്ട് പിടിച്ചത്. അപ്പോൾ ഇത്